ഒരിക്കൽ ദാസൻ വിജയനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലും, എടാ വിജയ, എന്താടാ ഇമ്മള് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ ഇത്ര വൈകിയത് എന്ന്. അതെ, ഉത്തരം എല്ലാവർക്കും അറിയാലോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. അപാരമായ സാംസ്കാരിക പൈതൃകമുള്ള ഗ്രാമമാണ് ഗൈസ് തങ്കശ്ശേരി. ഇവിടുത്തെ സംസ്കാരത്തിന് ആംഗ്ലോ ഇന്ത്യൻ സമൂഹം നല്ല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. തങ്കം എന്നാൽ സ്വർണം, ചേരി എന്നാൽ ഗ്രാമം, പട്ടണം എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ സ്പൈസസ് വാങ്ങി ബദലായി സ്വർണ്ണ നാണയങ്ങൾ നൽകിയിരുന്ന ഒരു പാസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണിതത്രേ. ആദ്യമായിട്ട് ഇവിടെ എത്തിയ വിദേശികൾ പറങ്കികളാണ്. അവരിവിടെ നിർമ്മിച്ച സെന്റ് തോമസ് ഫോർട്ടിൻ്റെയൊക്കെ ജീർണിച്ച അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടെ എത്തി ഇവിടുത്തെ സംസ്കാരം ഒരു സാമ്പാർ പരുവമാക്കി. മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റിൽ കയറി പോകാം. ലിഫ്റ്റ് ഇറങ്ങിയ വ്യത്യസ്തമായൊരു ജനലിലൂടെയുള്ള കാഴ്ചകളും ഒക്കെ രസകരമാണ്. ലിഫ്റ്റ് ഇറങ്ങി കുറച്ച് പടികൾ കൂടി കയറി വേണം കേട്ടോ മുകളിലെത്താൻ. ഇമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് ഇവിടെയാണ്. ഫഹദ് ഫാസിലിന്റെ മറിയം മുക്കും സണ്ണി വെയിന്റെ അടിത്തട്ട് എന്ന സിനിമയും 2018 എന്ന ഓസ്കാർ നോമിനേഷൻ ലഭിച്ച സിനിമയിലെ ചില സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഗംഭീരാണ് കേട്ടോ. കൊല്ലം പട്ടണം, കടൽ, പുലിമുട്ട്, ആകാശ കാഴ്ചകൾ എല്ലാം നല്ല രസമായിരുന്നു. 1902 കേട്ടോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത്. 41 മീറ്റർ ഹൈറ്റ് ഉണ്ടോലും. 192 പടികളൊക്കെയായി ചുവപ്പും വെള്ളയും ഒക്കെ നിറങ്ങളിൽ പിരി പിരിയായി ഗോവണിയൊക്കെയായി തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് പ്രൗഢിയോടെ നിൽക്കുന്നു. 26 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 48 കിലോമീറ്റർ വരെ ഇതിന്റെ പ്രകാശം കടന്നു ചെല്ലും പോലും. ദേ, ഈ കറങ്ങുന്ന സാധനമാണ് റഡാർ സ്റ്റേഷൻ. എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഉണ്ടാക്കി അതിലൂടെ വിദൂര വസ്തുക്കളെ കണ്ടെത്താനും അവയുടെ സ്ഥാനം, വേഗത എന്നിവ മനസ്സിലാക്കാനുമുള്ള ഒരു രീതിയാണ് റഡാർ സ്റ്റേഷൻ ടെക്നോളജി. അങ്ങനെ ദൃശ്യവിസ്മയം മതിയാവോളം ആസ്വദിച്ച് പതിയെ താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങിയ അവിടെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. കുട്ടികൾക്കായി ഒരുക്കിയ പാർക്കുണ്ട്. പാർക്കിൽ ഒത്തിരി കുട്ടികളും കുട്ടികളെ കളിപ്പിക്കുന്ന മുതിർന്നവരെയും കാണാം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള തങ്കശ്ശേരി കോട്ട ചരിത്ര സ്മാരകങ്ങളായുള്ളപ്പോൾ പുതിയ കാലത്തിന്റെ അടയാളമായി തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം പദ്ധതിയും തങ്കശ്ശേരിക്ക് അലങ്കാരമാകുന്നു. ഇതാണ് ബ്രേക്ക് വാട്ടർ പാർക്കിന്റെ കവാടം. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്കുള്ളിൽ കയറാം. വിശാലമായ പാർക്കിംഗ് സ്പേസോട് കൂടിയ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് നമ്മളൊരു പുലിമുട്ട് കണ്ടില്ലേ? ഇവിടെ വന്ന ആ പുലിമുട്ടിലൂടെ നമുക്ക് നടക്കാം. കുട്ടികൾക്കായി ഒരുപാട് അഡ്വെഞ്ചറസ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കൊല്ലം വിശേഷങ്ങൾ തീരുന്നില്ല. പുതിയൊരു വീഡിയോയിൽ പുതിയ കഥകളുമായി വരും വരെ ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്.